ആത്മഹത്യ ചെയ്യാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി. അവന് സംരക്ഷണം കിട്ടും എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടിയല്ല അവൻ അത് ചെയ്തത്. അവന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മാപ്പസാക്ഷിയാക്കും, അല്ലെങ്കിൽ അവനെ ഈ കേസിൽ നിന്ന് ഊരി വരാം എന്നുള്ളൊരു തീരുമാനം എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളുണ്ടാവും. ഒന്നുമില്ലാതെ ഈ പറയുന്ന ഇത്രയും പകയോടുകൂടി ഇവനത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവൻ പറയുന്ന അനുസരിച്ചിട്ട് അവന്റെ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരൻ ലത്തീഫിന്റെ അടുത്തും ഉമ്മയുടെ സഹോദരിയുടെ അടുത്തും ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ടാണ് അവരെ കൊന്നത്. അവരെ ഒരുപാട് കൊന്നു. ബാക്കി 3 പേരെ കൊല്ലാനുള്ള തീരുമാനം ഇല്ലായിരുന്നു. അതായത് ഫർസാനെയും കുഞ്ഞിനെയും ഉമ്മയും കൊല്ലാനുള്ള തീരുമാനം ഇല്ലായിരുന്നു. ബാക്കി 3 പേരെ കൊല്ലാനുള്ള വാശിയോടുകൂടി തന്നെയാണ് ചെയ്തത്. പിന്നെ വീട്ടിലേക്ക് കടം ചോദിച്ച ആളുകൾ വരുന്ന സമയത്ത് അവരെ ഉപദ്രവിക്കാനായി കൂടി പിന്നെ അങ്ങനെയുള്ള പല സാധനങ്ങളും വാങ്ങി വെച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവൻ എന്തിനീ വീട്ടുകാരെ കൊല്ലണമെന്നുള്ളതാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാനായിട്ട് പോലീസിനോ നമ്മളുടെ ഒരു കാര്യത്തിലും ഒരു നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വീഴ്ച തന്നെയാണ്. ഇത്രയും കൊലപാതകങ്ങൾ ഒരൊറ്റ 5 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്ത ഒരു കുറ്റവാളി ഇപ്പോഴും പോലീസുകാരെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന എന്തിനാണെന്നുകൂടി ഞാൻ ഈ ഒരു അവസരം